ഇപ്പോൾ റിയൽമിയുടെ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ഫോണുകളാണ് റിയൽമി P1 പ്രോയും അതുപോലെ തന്നെ റിയൽമി 12 പ്രോയും. രണ്ട് ഫോണുകളിലും പല ഫീച്ചേഴ്സും സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിൽ ഏത് ഫോൺ എടുക്കണം എന്നുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി P1 പ്രോയും അതുപോലെ തന്നെ റിയൽമി 12 പ്രോയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പം ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത് രണ്ട് ഫോണുകളിലും. ഈ രണ്ട് ഫോണുകളിലും 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ രണ്ട് ഫോണുകളിലും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. രണ്ട് ഫോണുകളിലും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 10 ബിറ്റ് ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ട് ഫോണുകളിലും 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും ഡ്രാഗൺ ട്രെയിലിന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ രണ്ട് ഫോണുകളിലും ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഈ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. റിയൽമി P1 പ്രോയുടെ വെയിറ്റ് വരുന്നത് 186 ഗ്രാമാണ്. റിയൽമി 12 പ്രോയുടെ വെയിറ്റ് വരുന്നത് 190 ഗ്രാമാണ്. അപ്പോൾ വെയിറ്റിന്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ റിയൽമി P1 പ്രോയുടെ തിക്നെസ് വരുന്നത് 8.35 mm ആണ്. 12 പ്രോയുടെ തിക്നെസ് വരുന്നത് 8.75 mm ആണ്. അപ്പം ആ ഒരു കാര്യത്തിലും ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. രണ്ട് ഫോണുകളിലും IP65 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസൈൻ എന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ റിയൽമി 12 പ്രോയിൽ ലെതർ ബാക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിയൽമി P1 പ്രോയിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസൈനിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് റിയൽമി 12 പ്രോ ആണ്. നിങ്ങൾക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസറാണ് രണ്ട് ഫോണുകളിലും വരുന്നത്. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഏകദേശം അടുത്ത് വരുന്ന പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ രണ്ട് ഫോണുകളിലും വരുന്നതായിരിക്കും. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 9ഓളം 5G ബാൻഡ്സ് രണ്ട് ഫോണുകളിലും കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ രണ്ട് ഫോണുകളിലും എയർ ജസ്റ്റേഴ്സ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഫോണിൽ നമുക്ക് ടച്ച് ചെയ്യാതെ തന്നെ ഹാൻഡ് ജസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ കഴിയുന്നതായിരിക്കും. രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. രണ്ട് ഫോണുകളും വരുന്നത് Android 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയറുമായിട്ടാണ്. പിന്നെ രണ്ട് ഫോണുകളിലും 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇതുവരെ പറഞ്ഞിട്ടുള്ള പല ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ഒരു ഡിഫറൻസ് വരുന്നത് എന്ന് പറയുന്നത് ക്യാമറയുടെ കാര്യത്തിലാണ്. ഇപ്പോൾ റിയൽമി P1 പ്രോയിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. എന്നാൽ 12 പ്രോയിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണുകളിൽ വരുന്നത്. റിയൽമി P1 പ്രോയിൽ സോണി LYT600 മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. റിയൽമി 12 പ്രോയിൽ സോണി IMX882 മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ രണ്ടിലും OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം റിയൽമി 12 പ്രോയിൽ 32 മെഗാപിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ടെലിഫോട്ടോ ലെൻസ് ഒന്നും റിയൽമി P1 പ്രോയിൽ വരുന്നില്ല. ഈ ഒരു കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് റിയൽമി 12 പ്രോക്ക് വരുന്നുണ്ട്. പിന്നെ ക്യാമറ കമ്പാരിസൺസ് ഒക്കെ നമ്മൾ മറ്റു സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ റിയൽമി 12 പ്രോയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടെലിഫോട്ടോ ലെൻസ് ഉള്ളതുകൊണ്ട് തന്നെ പോർട്രേറ്റ് ഫോട്ടോസും ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിലും റിയൽമി 12 പ്രോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി 12 പ്രോ ആയിരിക്കും. പിന്നെ രണ്ട് ഫോണുകളിലും 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. സെൽഫി ക്യാമറ ഏകദേശം അടുത്ത് വരുന്ന പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് തരുന്നത്. അപ്പോൾ ക്യാമറയുടെ കാര്യം നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഈ രണ്ട് ഫോണുകളിൽ റിയൽമി 12 പ്രോ ആയിരിക്കും. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 5000 mAh ബാറ്ററി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ റിയൽമി 12 പ്രോയിൽ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. P1 പ്രോയിൽ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ വരുന്നുള്ളൂ. അപ്പം ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് റിയൽമി 12 പ്രോയിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമി 12 പ്രോക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് രണ്ട് ഫോണുകളും വരുന്നത്. രണ്ട് ഫോണുകളുടെയും ബോക്സിൽ ചാർജർ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി 12 പ്രോ ആയിരിക്കും. കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയന്റ് 8GB റാമും 128GB ഇന്റർണലുമാണ് വരുന്നത്. ഇതിന്റെ വില വരുന്നത് 21,999 രൂപയാണ്. അപ്പം ഈ ഒരു വെർഷൻ്റെ കാര്യം നോക്കുമ്പോൾ വില ഓൾമോസ്റ്റ് സെയിം ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്.
പിന്നെ രണ്ട് ഫോണുകളിലും 8GB റാം 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. റിയൽമി P1 Proയുടെ ഈ വെർഷന്റെ വില വരുന്നത് 22,999 രൂപയാണ്. ഈ ഒരു വെർഷന്റെ റിയൽമി 12 Proയുടെ വില വരുന്നത് 24,999 രൂപയാണ്. അപ്പം ഈ ഒരു വെർഷന്റെ കാര്യത്തിൽ റിയൽമി P1 Proക്ക് വില കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് പറയാവുന്നതാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി P1 Proക്ക് അങ്ങനെ ഭയങ്കര വലിയ അഡ്വാൻറ്റേജസ് ഒന്നും വരുന്നില്ല. പിന്നെ 8GB റാം 256GB ഇന്റേണൽ വെർഷൻ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ റിയൽമി 12 Proയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ടെലിഫോട്ടോ ലെൻസ് ഒക്കെ നമുക്ക് എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ പ്രോസസ്സറൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ റിയൽമി 12 Pro ആയിരിക്കും. പിന്നെ ചില സമയങ്ങളിൽ റിയൽമി P1 Proയുടെ വില ഇതിലും കുറവായിട്ടും കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ 12 Proയുടെ വില ഇതിലും കൂടുതലായിട്ടും കാണിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രൈസ് ഡിഫറൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന റിയൽമിയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ P1 Pro എന്നുള്ള ഫോൺ എടുക്കാവുന്നതാണ്. എല്ലാ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ റിയൽമി 12 Pro ആയിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.